പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവ് നമ്മെ ആരാധിക്കുവാൻ നമുക്ക് ഈ സമയം ലഭിച്ചു. അല്പസമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദഭാഗം ആദ്യം വായിക്കാം. യോശുവ 3:17. യോശുവ 3:17. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളായ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ വായിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ഒരു 400 വർഷക്കാലം 4 തലമുറകൾ മിനിമം ഉണ്ടായിരിക്കും. അത്രയും കാലഘട്ടം അവർ അടിമകളായിട്ട് മിസ്രൈമിൽ കഴിയേണ്ടി വന്നു. പിന്നീട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു അതുപോലെ നടന്നിട്ടില്ലാത്തൊരു സംഭവം നടന്നു. എക്സോഡസ്, പുറപ്പാടം. മോശയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെ മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന്, അതായത് ഒരു ഐഡൻറ്റിറ്റി ഇല്ല, സ്വന്തമായ ഒരു ദേശമില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരെ മോശ നയിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. അവർ 40 വർഷത്തോളം മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. അതിനുശേഷം ദൈവം അവർക്ക് ഒരു ദേശം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു, കനാൻ ദേശം. അവിടെയോട്ട് ഇവർ കയറാൻ പോകുന്ന ആ സമയത്ത് നടന്ന ഒരു സംഭവമാണിത്. ഇവർ 40 years അവർ മരുഭൂമിയിൽ കൂടെയൊക്കെ ചുറ്റി നടന്ന ശേഷം അവർ 40 വർഷത്തിന് ശേഷം അടുത്ത പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലോട്ട് ഇവർ പ്രവേശിക്കേണ്ട സമയമായി. അതിനു മുമ്പ് അവർ കടക്കേണ്ട ഒരു കടമ്പയായിരുന്നു യോർദാൻ നദി എന്ന് പറയുന്നത്. ഇവർ യാത്ര ചെയ്തു വരികയാണ്. ഇവരുടെ പുറകിലോട്ട് നോക്കിയാൽ 40 വർഷത്തെ മരുഭൂമി വാസമുണ്ട്. അവർ യാത്ര തുടങ്ങിയ ഒരു തലമുറയുടെ ശവകുടീരങ്ങളാണ് പുറകിൽ. കാരണം യാത്ര തുടങ്ങിയവരിൽ യോശുവയും കാലേബും അല്ലാതെ വേറെ ആരും ആ കനാൻ നാട്ടിലോട്ട് കയറുന്നില്ല. അപ്പോൾ ഒക്കെ ഒരു പുതിയ ജനറേഷനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അവർ ഈ യോർദാൻ നദി കടന്നിട്ട് വേണം കനാൻ നാട്ടിലോട്ട് കടക്കുവാനായിട്ട്. ഈ യോർദാൻ നദി എന്ന് പറയുന്നത് ഒരു ഫ്രൈറ്റനിങ് വാട്ടർ ബോഡി ഒന്നും അല്ല. സാധാരണ സമയങ്ങളിൽ ഒരു 100 അടി മാത്രം വീതിയുള്ള ഒരു നദിയാണത്. പക്ഷേ ഈ നദി കൊയ്ത്ത് കാലം, അതായത് ഹാർവസ്റ്റ് സീസൺ കഴിയുമ്പോഴത്തേക്ക് മാത്രം ഒരു പ്രതിഭാസമുണ്ട്. ഈ നദി വെള്ളപ്പൊക്കം പോലെ ഫ്ലഡഡ് ആകും. അതുവരെ 100 അടി മാത്രം വീതിയുള്ള ഈ നദി ഏകദേശം ഒരു 1/2 മൈല്, അതായത് ഒരു 2700 അടിയോളം വീതിയിൽ ഇത് വലുതാകും. കര കവിഞ്ഞൊഴുകാൻ തുടങ്ങും. വലിയ വെള്ളപ്പൊക്കം പോലെയാകും ഈ യോർദാൻ നദി. ഈ സമയത്താണ് ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് യോർദാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇവരുടെ മുമ്പിൽ ഇനി യോർദാൻ കടന്നാൽ അപ്പുറത്ത് കനാൻ ദേശമാണ്. ഓക്കെ, ഇനിയും ഇവർ 3 ദിവസമായിട്ട് ഈ യോർദാൻ്റെ നദിയിലെ വെള്ളപ്പൊക്കം കണ്ടുകൊണ്ടിരിക്കുക. ഇവർ വരുന്ന സമയം എന്ന് പറയുന്ന ആ കൊയ്ത്തുകാലത്ത് ആ സമയത്തായിരുന്നു. അപ്പം നദിയൊക്കെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വെള്ളപ്പൊക്കം പോലെ കര കവിഞ്ഞൊഴുകുകയാണ്. ഇവരിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 3 ദിവസം ഈ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവരുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: ഞങ്ങൾ ഒന്ന് പരിഭ്രമിച്ച് പുറകോട്ട് പോകണോ അതോ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകണോ? ഇതായിരുന്നു ഇവരുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷേ യോശുവ എന്ന് പറയുന്ന അവരുടെ നേതാവ്, മോശ മരിച്ചു കഴിഞ്ഞു. യോശുവ എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇവരോട് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യോശുവ 3:11 ഇങ്ങനെയാണ് പറയുന്നത്: സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. യോശുവ ഈ ആൾക്കാരോട് പറഞ്ഞ ഇതാണ്: യഹോവയുടെ പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് അവരാദ്യം ചെല്ലണം. അവർ ഈ യോർദാൻ നദിയുടെ അവിടെ വന്ന് കാല് വെക്കുന്ന സമയം ഇവിടുത്തെ
ആ വെള്ളം ചിറ പോലെ നിൽക്കുമെന്ന്, അതായത് ഒരു മതിൽ പോലെ ഇങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവർ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട സമയത്ത് ഇതുപോലെ സിമിലർ ആയിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. ഏതാ, ഇവരുടെ മുമ്പിലത്തെ തലമുറ കണ്ട ഒരു അത്ഭുതമുണ്ട്. ഇവർ പുറപ്പാട് തുടങ്ങിയ ആ സമയത്ത് ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പം ഇതുപോലൊരു അത്ഭുതം ഉണ്ടായതാണ്. പുറകിൽ ഫറവോൻ്റെ സൈന്യം വന്ന് ചെങ്കടൽ മുമ്പിലുമായിട്ട് ഇവർ നിൽക്കുന്ന സമയത്ത് മോശെ തൻ്റെ വടി നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്ന് നടുവിൽ കൂടെ ഒരു ഉണങ്ങിയ പാതയുണ്ടായി. ഈ ജനം, ഇവരുടെ മുമ്പിലത്തെ തലമുറ ജനം യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെ 2 പേരെ ആ അത്ഭുതം നേരിട്ട് കണ്ടിട്ടുള്ളൂ, യോശുവയും കാലേബും. ബാക്കി മുഴുവൻ പുതിയ തലമുറയാണ്. ഇവരുടെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അത്ഭുതം നടന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഇവരുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നിറഞ്ഞു കവിയുന്ന യോർദാൻ നദി ഇതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്, ടേക്ക് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കുക. ടേക്ക് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. കാരണം ദൈവവചനം, ദൈവഭക്തന്മാരുടെ ചരിത്രം പറയുമ്പോഴെല്ലാം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കണമെന്ന് നിരന്തരം ഓർപ്പിക്കുന്ന ഒരു കാര്യം, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഓർപ്പിക്കട്ടെ. ഈ ജനം എന്താ കണ്ടുകൊണ്ടിരുന്നത്? 3 ദിവസമായിട്ട് കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ നദി അവരുടെ മുമ്പിലുണ്ട്. അതുപോലെ പക്ഷെ നമ്മൾ ഈ ജനറേഷൻ ഇവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു ആൾക്കാരെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം കേട്ടോ. ഇവരെല്ലാവരും എവിടെ നടന്നവരാ? നമ്മളൊന്ന് ആ ആൾക്കാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. 40 വർഷമായിട്ട് മരുഭൂമിയിൽ കൂടെ മാത്രം യാത്ര ചെയ്ത് സഞ്ചരിച്ച് ശീലമുള്ള ആൾക്കാരാ. നദിയൊന്നും പരിചയമില്ല, അവർ മരുഭൂമിയിൽ കൂടെ നടന്നവരാണ്. ഓക്കെ, ഇവരാണ് ഈ കര കവിഞ്ഞൊഴുകുന്ന ഈ നദിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതുപോലെ മരുഭൂമി മാത്രമേ ഇവർക്ക് പരിചയമുള്ളൂ ഈ ആൾക്കാർക്ക്. അവർ മരുഭൂമിയിൽ വെച്ചുണ്ടായ മനുഷ്യരാണ്. ഓക്കെ, ആ ജനറേഷൻ അങ്ങനത്തെ ഒരു ജനറേഷൻ മരുഭൂമിയിൽ ഉണ്ടായതാണ്. അവരുടെ പിതാക്കന്മാരും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടവർ മരിച്ചുപോയി. ഓക്കെ, മരുഭൂമിയിൽ ഉണ്ടായ ഒരു ജനറേഷനാണ്, അത് മാത്രം ശീലിച്ചിട്ടുള്ളവരാണ്. ഇവരാണ് ഈ കര കവിഞ്ഞൊഴുകുന്ന നദിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവർ വേറെ പട്ടണം കണ്ടിട്ടില്ല. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കനാൻ ദേശം നൽകാൻ പോവുകയാണ്. ഇവരങ്ങനത്തെ പട്ടണങ്ങൾ കണ്ടിട്ടില്ല, കോട്ടകൾ കെട്ടിയിട്ടുള്ള സിറ്റീസ് ഒന്നും ഇവർ കണ്ടിട്ടില്ല. ഇവർ ഈ നദിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് മറ്റൊരു ചോദ്യം നമ്മളുടെ മുമ്പിൽ വരുന്ന ഇതാണ്, വർഷത്തിൻ്റെ ബാക്കി സമയമെല്ലാം ഒരു 100 അടി മാത്രം വീതിയിൽ ശാന്തമായിട്ട് ഒഴുകുന്ന നദിയായിരുന്നു ഈ യോർദാൻ നദി. എന്തിനാണ് ഈ നിസാർ മാസം, അതായത് മാർച്ച് ഏപ്രിൽ മാസമാണ്, ഈ കര കവിഞ്ഞ് ഒഴുകുന്ന സമയത്ത് തന്നെ ദൈവം ഇവരെ ഈ നദിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയെന്ന് ചിലപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരാം. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ ചില സമയത്ത് ദൈവം ഇതുപോലെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗിദെയോൻ ഒരു പ്രാവശ്യം ഒരു യുദ്ധത്തിനായിട്ട് പോകാനായിട്ട് 30,000 പേരെ സെലക്ട് ചെയ്യാൻ പടയാളികളെ എന്ന് വിചാരിച്ചപ്പം ദൈവം പറഞ്ഞു, വേണ്ട, 300 പേരും മതിയെന്ന്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് ചിലത് പഠിപ്പിക്കാനുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ശക്തിയിൽ ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ദൈവം നമ്മുടെ ബ്രെയിനിനെ റീതിങ്ക് ചെയ്യാൻ, വേറെ ഒരു പ്രാവശ്യം കൂടെ മാറ്റി ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ്. ചിലപ്പം നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് എന്താ പറയുന്നത്, നമ്മൾ മുട്ടുമടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഇത് വരുമ്പം നമ്മൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. എൻ്റെ ദൈവം എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷെ അങ്ങയുടെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കും, അല്ലേ? അത് നമ്മൾ ഇങ്ങനെ നോക്കിക്കേ, യേശു കർത്താവ് ലാസർ മരിച്ചു, ദീനമായി കിടന്നപ്പം വന്നില്ല, അല്ലേ? പക്ഷെ വേദപുസ്തകം പറയുന്നു ലാസർ മരിച്ചപ്പോഴും അല്ല വന്നത്, ലാസർ മരിച്ചൊരു 4 ദിവസം കഴിഞ്ഞിട്ട് അവിടെ വന്നാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. അതായത് മാനുഷികമായിട്ട് ഒരിക്കലും പോസിബിൾ അല്ലാത്ത ചില സിറ്റുവേഷൻസിൻ്റെ മുമ്പിൽ, അതായത് നമുക്ക്
നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ പതറിപ്പോകും അല്ലേ? ഈ ജനം കനാൻ നാട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് തൻ്റെ വചനത്തിൽ ട്രസ്റ്റ് ചെയ്യുവാൻ, തങ്ങളെ വിടുവിച്ച ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുവാൻ ദൈവം പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളായിരുന്നു ഈ ഓരോ സാഹചര്യങ്ങളും. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കിക്കേ, ഇതുപോലെ നമുക്ക് നമ്മളെ പരിഭ്രമിപ്പിക്കുന്ന, നമ്മളെ പേടിപ്പെടുത്തുന്ന ചില യോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന പോലത്തെ സിറ്റുവേഷൻസിന് മുമ്പിൽ നമ്മളും ചിലപ്പം ജീവിതത്തിൽ വന്ന് നിൽക്കാം. മുഴുവൻ അൺസർട്ടനിറ്റി പോലെ. ഞാൻ ഈ വർഷം 2005 പലരും പല വിധത്തിലായിരിക്കും തുടങ്ങിയത്. ചിലർക്ക് ഒത്തിരി പ്രതീക്ഷകളുള്ളൊരു വർഷമായിരിക്കും. എന്നാൽ ചിലരെ സംബന്ധിച്ചെങ്കിലും എൻ്റെ ദൈവമേ, ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ്, എനിക്ക് വേണ്ടിയും കൂടെയാണ്. നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവവചനമാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഹൗ ഡു വി ക്രോസ് ദ ജോർഡൻസ് ഇൻ അവർ ലൈഫ്? ഇതുപോലെ കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, മുഴുവൻ അൺസർട്ടനിറ്റി നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഇതുപോലത്തെ യോർദാൻ നദികളെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിന്ന് ചിന്തിക്കാം. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ടൈറ്റിൽ പറഞ്ഞല്ലോ, ടേക്ക് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്തിൻ്റെ ചുവട് വെക്കണം. അതാണ് ഇസ്രായേൽ ജനം ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 3 P's that encourage the Israelites to take the step of faith. P വെച്ച് ആരംഭിക്കുന്ന 3 വാക്കുകൾ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, ആ ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ചുവട് വെക്കാനായിട്ട് പ്രേരിപ്പിച്ച 3 P's. ഓക്കെ, P വെച്ച് ആരംഭിക്കുന്ന വാക്കുകൾ. ഒന്നാമത്, ഇവർക്ക് എങ്ങനെയാണ്, യോശുവ പറയാണ്, ഒരു ദിവസം പറയാണ്, പുരോഹിതന്മാർ, നമ്മളൊന്ന് ആ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണേ. കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പറയാണ്, പുരോഹിതന്മാർ നിയമപ്പെട്ടകവുമായിട്ട് ആദ്യം പോയി അവരവിടെ കാല് ചവിട്ടുന്ന സമയത്ത് ഇവിടുത്തെ വെള്ളം ഇങ്ങനെ ചിറ പോലെ നിൽക്കും, ഇവിടുത്തെ ഇത് ഉണങ്ങും, അപ്പം നമുക്ക് ഈ വഴി കൂടെ പോകാമെന്ന് ഇവർ പറഞ്ഞപ്പം, ഇതുപോലെ ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് മുമ്പ് തന്നെ ആ പുരോഹിതന്മാരൊരു സ്റ്റെപ്പ് വെച്ചല്ലോ അല്ലേ? ആ കവിഞ്ഞൊഴുകുന്ന നദിയുടെ അവിടെ വെള്ളത്തിൻ്റെ വക്കത്ത് പോയി കാല് വെക്കാൻ ഇവർ കാണിച്ചൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് ഇവരെ എങ്ങനെയാണ് ഇത് പോസിബിൾ ആയത്? ഒന്നാമത്തെ കാര്യം, പ്രൊവിഷൻ ഓഫ് ഗോഡ് ബിഹൈൻഡ് ദം. ഒന്നാമത്തെ കാര്യം ഇതാണ്, പ്രൊവിഷൻ ഓഫ് ഗോഡ്. അവരുടെ കഴിഞ്ഞ കാലത്തെ അവരുടെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ കരുതൽ അവർ അനുഭവിച്ചത് അവർ ഓർത്തു. അതുകൊണ്ടാണ് അവർക്ക് ആ സ്റ്റെപ്പ് വെക്കാൻ സാധിച്ചത്. ഓക്കെ, ഒന്ന് പറയാമോ? പ്രൊവിഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരുതൽ. ഞാൻ പറഞ്ഞു, കലങ്ങി മറിയുന്ന യോർദാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പം എങ്ങനെ മുമ്പോട്ട് പോകും, എന്തൊരു അൺസർട്ടനിറ്റി ആയി ലൈഫിൽ നിന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, അവർ ചെയ്തതുപോലെ പ്രൊവിഷൻ ഓഫ് ഗോഡ്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്നിട്ടുള്ള കരുതലുകൾ നമ്മളൊന്ന് ഓർക്കണം. ഈ ഇസ്രായേൽ ജനം എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാതെ സ്ലേവ്സ് ആയിരുന്നല്ലേ ഇവർ, അടിമകളായിരുന്നു. അവർക്ക് സ്വന്തമായി ദേശമില്ല. ഇങ്ങനെ കടന്ന ഒരു ജനതയെ മോശ എന്ന വ്യക്തി അയച്ച് ദൈവം വിടുവിച്ചത് തന്നെ ഏറ്റവും വലിയൊരു കരുതല അല്ലേ? അങ്ങനെ ഒരു കരുതൽ അവർ കണ്ടു. അത് കഴിഞ്ഞ് ഇവർ പുറത്തു വന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഇവർ മുമ്പോട്ട് പോകാൻ നേരത്താണ് ചെങ്കടലിൻ്റെ അടുക്ക വരുമ്പോഴത്തേക്കാണ് ഫറവോൻ വീണ്ടും ആക്രമിക്കാൻ വരുന്നത്. അവിടെ ചെങ്കടലിൽ ഒരു പാത ദൈവം ഒരുക്കി കൊടുത്തല്ലേ? അത് ഈ യോർദാൻ നദിയുടെ മുമ്പിൽ നിൽക്കുന്ന തലമുറയുടെ അപ്പനും അമ്മമാരും ഒക്കെയാണ് അന്ന് ക്രോസ് ചെയ്തത്. അവരാ വഴിയിൽ കൂടെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് വന്നു. ഇനിയും അവരാ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ഇവരനുഭവിച്ച ദൈവത്തിൻ്റെ കരുതൽ ചിന്തിച്ചിട്ടുണ്ട്. ശരിയായിരുന്നു, 40 വർഷം ഇവർക്ക് മരുഭൂമി വാസമായിരുന്നു. അത് ഈസി ആയിരുന്നോ? അല്ല. പക്ഷെ ദൈവത്തിന് അതിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പേർപ്പസ് ഉണ്ടായിരുന്നു. അവർ ഈ മരുഭൂമി വാസത്തിൽ കൂടെ പോകേണ്ടത്. കാരണം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുവാൻ, ഒരു പുതിയൊരു രാഷ്ട്രമായി ഇവർ വരുമ്പോഴത്തേക്ക് അവരുടെ ട്രസ്റ്റ് ദൈവത്തിലിട്ട് ഒരു ജനതയായിട്ട് ഇവർ മുമ്പിലോട്ട് കയറണം അല്ലേ? അതിന് ദൈവം പല രീതിയിൽ ഇവർക്ക് പ്രൊവിഷൻ കൊടുത്തു. ഒന്നാമത്, ഇവർക്ക്
എങ്ങോട്ടാ പോകണ്ടേന്നറിയില്ല. ദൈവം ചെയ്ത ഒരു നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നു. ഇതിൽ നമ്മൾ എക്സഡസ് വായിക്കുമ്പോഴെല്ലാം ഫുൾ ഓഫ് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ. പകലിൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി ദൈവം അവിടെ വന്നു. ഈ പകലിൽ മേഘസ്തംഭം, അതായത് ക്ലൗഡ് ഓഫ് പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് ഫയർ. പകലിൽ മേഘസ്തംഭമാകും. അതായത് ഇവരെങ്ങോട്ടാണോ പോകണ്ടേ ഇതിങ്ങനെ മേഘസ്തംഭം മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം വായിക്കുന്നത്. അങ്ങനെയാണ് അവർ ആ യാത്ര ചെയ്യുന്നത്. ഇത് നിൽക്കുമ്പോൾ അവർ യാത്ര നിർത്തും, പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ യാത്ര തുടങ്ങും. പിന്നെയും ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പകലിൽ മേഘസ്തംഭമായിട്ടിരിക്കുമ്പം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. 40 വർഷത്തെ മരുഭൂമി യാത്രയാണ്. മരുഭൂമിയിലെ കൊടും ചൂട് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ മേഘസ്തംഭം ഇവർക്ക് തണലായി. മരുഭൂമിയിലാണെങ്കിലും ദൈവത്തിൻ്റെ കരുതൽ ഓരോ നിമിഷവും അനുഭവിച്ച ജനതയാണ്. നമുക്കും പറയാനുണ്ടാവും നമ്മൾ കടന്നുപോയ മരുഭൂമി പോലത്തെ അവസ്ഥകൾ. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം, അവിടെയും കരുതിയ ദൈവത്തിൻ്റെ കരുതലിനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഓക്കെ, പകലിൽ മേഘസ്തംഭം, അത് മാത്രമാണോ, രാത്രിയിൽ അഗ്നിത്തൂണായി. രാത്രിയിൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് വെളിച്ചം വേണ്ടേ, അവർക്ക് അഗ്നിത്തൂണായിട്ട് ദൈവം അവിടെ വന്നു. അപ്പം അത് മാത്രമല്ല, ഈ മരുഭൂമിയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. രാവിലെ ഭയങ്കര ചൂടും രാത്രിയിൽ തണുപ്പും. ഈ അഗ്നിത്തൂണ് നിൽക്കുമ്പോഴത്തേക്ക് ഇവർക്ക് വാമായിട്ടിരിക്കാനായിട്ട് എന്തൊരു പ്രൊട്ടക്ഷൻ, എന്തൊരു കരുതൽ അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മുടെ മരുഭൂമികളെ കുറ്റം പറയാറുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ കരുതലുകളെ നമ്മൾ ഓർക്കാറുണ്ടോ? അഗ്നിസ്തംഭമായി, മേഘത്തൂണുകളായി നമ്മളെ കരുതിയത്. ഇനി മറ്റൊരു കാര്യം, ഇവർ മരുഭൂമിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1ഉം 2ഉം പേരല്ല, ഞാൻ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്ര ആൾക്കാരാണ്. ഈ ഒരു ജനത ഭക്ഷണം കഴിക്കണം അല്ലെ, ബേസിക് നീഡാണ്. ദൈവം എന്താ ചെയ്തത്? ഇവർക്ക് മരുഭൂമിയിൽ കൃഷി നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ഇവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് സ്വർഗീയമായിട്ടുള്ളൊരു ആഹാരം, മന്ന ഇവർ കാണുകയാണ്. ഇവർക്ക് വെളുത്ത ചെതുമ്പൽ പോലെ തേനിൻ്റെ രുചിയുള്ള ഒരു ഭക്ഷണം അവർക്ക് വേണ്ടി മരുഭൂമിയിൽ ദൈവം ഉണ്ടാക്കിയിടുകയാണ്. ഈ 40 വർഷം കഴിക്കാൻ ഓരോ ദിവസവും ദൈവം സ്വർഗത്തിലെ മന്ന അവർക്ക് കൊടുക്കുകയാണ്. രാവിലെ അവർ നോക്കുമ്പോൾ മന്ന കടപ്പുണ്ടാവും. ഇതെടുത്ത് പുഴുങ്ങി പൊടിച്ചാണ് ഇവർ കഴിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളൊക്കെ ഇന്ന് എന്തോരം അരി പച്ചക്കറി മാറി മാറി കഴിച്ച് മുട്ടയും മീനും എല്ലാം കഴിച്ചിട്ടും പലപ്പോഴും വൈറ്റമിൻ ഡെഫിഷ്യൻസികളൊക്കെ വരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജനങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം എല്ലാ പോഷകങ്ങളും നിറച്ചാണോ ദൈവം കൊടുക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ സർവൈവ് ചെയ്യുമോ? അതിൻ്റെ ഇടയിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികളുണ്ട് അല്ലേ. അവരുടെ ലൈഫിലെ ബാക്കി പ്രോസസ്സുകളെല്ലാം നടക്കുന്നുണ്ട്. ഇവർ വർദ്ധിക്കുന്നുണ്ട് സംഖ്യയിൽ. അവർക്ക് വേണ്ട ഭക്ഷണം ദൈവം കൊടുത്തോണ്ടിരിക്കുക. ഹല്ലേലൂയ. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മന്ന. ഈ സ്റ്റെപ്പ്, ഞാനതാ പറഞ്ഞത്, സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ പലപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നറിയോ? ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഇനി മന്ന കഴിക്കുകയാണ്. ഇനി മന്ന കഴിക്കുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തോരം പേർക്ക് ഭക്ഷണം ഇങ്ങനെ പറയുന്നത്, ഒരു 2 ട്രെയിൻ നിറച്ച് വരുന്ന ഭക്ഷണം ഒരു ദിവസം കിട്ടണമായിരുന്നു. അത്രയും ആൾക്കാർ അവിടെ ഏകദേശം വരുന്നത്, 2 ട്രെയിൻ നിറച്ച്. അത് ഒരു ദിവസം പോലും മുടങ്ങാതെ 40 വർഷം അത് അവർക്ക് മന്ന കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മറ്റൊരു പ്രൊവിഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആവർത്തനം 29:9 എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ 40 വർഷം മരുഭൂമിയിൽ കൂടി നടന്നിട്ടും നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, നിങ്ങളുടെ കാൽ വീങ്ങിയതുമില്ല. വസ്ത്രവും പോയില്ല, ചെരുപ്പും പോയില്ല. ഇത് ആ ആൾക്കാർ, നമ്മളൊന്ന് ആലോചിക്കുക. അവർക്ക് വേണ്ടത് വസ്ത്രം. ഇന്ന് നമ്മൾ മേടിക്കുന്ന വസ്ത്രമൊക്കെ ജീർണിച്ചു പോകും അല്ലേ? 40 വർഷം വേണ്ട, 4 വർഷം ആകുമ്പോൾ തന്നെ ഇത്. പക്ഷെ ദൈവം പറയാണ്, നിങ്ങൾ 40 വർഷം നടന്നിട്ടും നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചില്ല. ഇനി വെള്ളം കിട്ടിയില്ലേ? ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് എങ്ങനെ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് വെക്കാതിരിക്കാൻ പറ്റും?
ഒരു കാലഘട്ടത്തിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ പിറുപിറുത്തെങ്കിലും ഈ യോർദാന്റെ മുമ്പിൽ വന്ന് നിന്ന ആ തലമുറയുണ്ടല്ലോ, ആ തലമുറ യോശുവ പറഞ്ഞതുപോലെ കവിഞ്ഞൊഴുകുന്ന നദിയുടെ അവിടെയോട്ട് ഇറങ്ങി സ്റ്റെപ്പ് വെക്കാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം ഇതാണ്: പ്രൊവിഷൻ ഓഫ് ഗോഡ് ബിഹൈൻഡ് ദം. അവരൊന്ന് തിരിഞ്ഞു നോക്കി തങ്ങളെ ദൈവം കരുതിയ വിധങ്ങൾ. ഇനി നമ്മൾക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ? ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അൺസർട്ടനിറ്റീസിന് എടുക്ക വന്ന് നിൽക്കുമ്പം ഒന്ന് കണ്ണുകളെ അടച്ച് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്ന് മൗനമായിട്ടിരുന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക. എൻ്റെ ദൈവമേ, എന്നെ അങ്ങ് നടത്തിയ വിധങ്ങൾ. പലപ്പോഴും നമ്മൾ ഇതൊക്കെ വിട്ടുപോകും. നമ്മൾ മുമ്പിൽ കാണുന്ന യോർദാനെ മാത്രമേ ആ മൊമെൻറ്റിൽ ഓർക്കത്തുള്ളൂ. പക്ഷെ അതുവരെ നടത്തിയ ദൈവത്തിൻ്റെ കരങ്ങളെ ഓർത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് വെക്കാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കും. ഹല്ലേലൂയ. അതിനുള്ള വിശ്വാസം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. ഈ 2025 തുടങ്ങുമ്പോഴത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. കർത്താവേ, അങ്ങ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം, അല്ലേ? മരുഭൂമിയുടെ അവസ്ഥകളിലും അങ്ങ് താങ്ങിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അപ്പൊ ആദ്യം ഓർക്കേണ്ടത് എന്താ? പ്രൊവിഷൻ ഓഫ് ഗോഡ്. അത് അവരെ സ്ട്രെങ്തൻ ചെയ്തു. രണ്ടാമത് അവരെ ശക്തീകരിച്ച ഘടകം പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. ഓക്കെ, ആദ്യത്തെ എന്തായിരുന്നു? പ്രൊവിഷൻ ഓഫ് ഗോഡ്. പറഞ്ഞേ, പ്രൊവിഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുതല്. രണ്ട്, പ്രസൻസ് ഓഫ് ഗോഡ്. കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആ നദിയിലോട്ട് കാലെടുത്തു വെക്കാൻ അവരെ ധൈര്യപ്പെടുത്തിയ ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് സിംബലൈസ് ചെയ്തത് എന്തായിരുന്നെന്നറിയാമോ? യോശുവ പറഞ്ഞു, യഹോവയുടെ നിയമപ്പെട്ടകം നിങ്ങൾ എടുത്തിട്ട് പുരോഹിതന്മാര് അത് മുമ്പിൽ ആദ്യം പോകണം. ഈ യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് പറയുന്നത് അത് ഒരു സ്വർണം പൂശിയ അക്കേഷ്യ കൊണ്ടുള്ള ഒരു പെട്ടകമാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നറിയാവോ? അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ, മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളുടെ അതുണ്ട്, അഹരോൻ്റെ വടിയുണ്ട്, അതുപോലെ ഒരു ബൗളില് കുറച്ച് മന്നയും ഉണ്ട്. ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയായിരുന്നു. യോശുവ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പായിട്ട് ആദ്യം പോകുന്നത് യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് ദൈവത്തിൻ്റെ പുരോഹിതന്മാരായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് തരുന്ന ഒരു ബലം വലുതാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചില പ്രയാസങ്ങളിൽ കൂടെ പോകുമ്പോൾ, ചില പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറില്ലേ ഇന്നയാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരും കൂടെ ഇല്ലെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് അല്ല, ഇറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ മരണ നിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നീ എന്നോട് കൂടെ ഇരിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രസൻസ് അതുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് വരുമ്പോൾ ഉണ്ടല്ലോ, യോർദാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ള ധൈര്യം, ആ വിശ്വാസം നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ഇനിയും ഈ പെട്ടകവുമായിട്ട് പുരോഹിതന്മാർ ആദ്യം പോകണമെന്നാണ് യോശുവ പറഞ്ഞത്. അവർ ഫ്രണ്ടിൽ പോകും, എന്നിട്ട് ഒരു 2000 അടി ബാക്കിൽ വേണം ജനങ്ങൾ നിൽക്കാനായിട്ട്. ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് 2 റീസൺസ് അതിന്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പെട്ടകം ആദ്യം പോകും, അത് കഴിഞ്ഞൊരു 2000 അടി ബാക്കിലാണ് ഈ ആൾക്കാർ വരുന്നത്. 2 റീസൺസ്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ലഘുവായി കാണരുത്. ഓക്കെ, നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ തരുവാൻ ഒക്കെ ഉണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഓർപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഓർപ്പിക്കും, നമ്മൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നുള്ള സത്യമാണ്. ദൈവം നമ്മുടെ ഓരോ പ്രവർത്തികൾ കാണുന്നു, ദൈവം നമ്മുടെ ഓരോ ചിന്തകൾ അറിയുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞ കാര്യമുണ്ട്, നീ അറിയാതെ ഒരു വാക്ക് പോലും മുഴുവനായിട്ട് എൻ്റെ നാവിന്മേലില്ല എന്ന്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഞാനൊരു
ഞാനൊരു വാക്ക് പറയുമ്പം ഞാൻ ആ പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ പോലും കർത്താവിന് അറിയാവുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യ ബോധമുള്ളപ്പം നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ജീവിതത്തിൽ ഉറപ്പ് കിട്ടും, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം, ദൈവഭയത്തിൽ ജീവിക്കുവാൻ, ദൈവമെല്ലാം അറിയുന്നു, ദൈവമെല്ലാം കാണുന്നു, എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ ജീവിക്കാൻ ഒക്കെ ഈ ദൈവ സാന്നിധ്യ ബോധം നമ്മളെ സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, യഹോവയുടെ പെട്ടകവുമായിട്ട് പുരോഹിതന്മാർ മുമ്പിലൂടെ പോകുമ്പോഴത്തേക്ക് 2000 അടി ബാക്കിൽ നിന്ന് ഇവർ കാണുമ്പം എല്ലാവരും കാണുന്നുണ്ട്. ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, അല്ലേ? യോശുവ പറഞ്ഞ എന്താ? ഇവർ ഈ പെട്ടകവുമായിട്ട് മുമ്പിൽ പോയി യോർദാൻ്റെ അവിടെ വന്ന കാല് വെക്കുമ്പോഴത്തേക്ക് ഒരു പാത ഉണ്ടായി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ഇനി നമ്മൾ ബൈബിളിൽ നോക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഈ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്ക്, സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത പോലത്തെ മിറക്കിൾസ് ആണ് കാണുന്നത്, അല്ലേ? ചെങ്കടൽ പിളരുക, മഞ്ഞ 40 വർഷം വരിക, മേഘസ്തംഭം, അഗ്നിസ്തംഭം, അല്ലേ? സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. എന്തുകൊണ്ടാണ് അത് നമുക്ക് സൂപ്പർ നാച്ചുറൽ ആണെന്ന് തോന്നുന്നറിയാമോ? കാരണം മനുഷ്യരായ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ വസ്തുത. നമ്മൾക്ക് അത് സൂപ്പർ നാച്ചുറൽ ആണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൂതൻ മറിയോട് ചോദിച്ച കാര്യം ഇതാണ്: ദൈവത്തിന് അസാധ്യമായി വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് നമ്മളിത് മനസ്സിലാക്കുക. അവന് അസാധ്യമായിട്ടൊരു കാര്യമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കുമ്പോൾ ഇത് കൂടുതൽ നമ്മൾക്ക് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ഇനി ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, സൺഡേ സ്കൂളിൽ പഠിക്കാൻ നല്ല രസമുണ്ട്, കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്, അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? പക്ഷേ ഒരു യഥാർത്ഥ ദൈവമകന് മകൾക്ക് അങ്ങനെയല്ല കേട്ടോ. ഓരോ പ്രാവശ്യവും ഈ ദൈവവചനത്തിൻ്റെ താളുകളിലോട്ട് ഇത് വായിക്കുമ്പോഴത്തേക്ക് ഇത് എൻ്റെ അനുഭവമാണെന്ന്, ഓക്കെ? നമ്മളും ജീവിതത്തിൽ എന്താ പറയുന്ന അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഇമേജസ് ആയിട്ട് നമുക്കിത് കാണാനായിട്ട് പറ്റും. നമ്മളിത് ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണെന്നും കൂടെ ഓർക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഇന്നും ഇന്നലെയും നാളെയും എല്ലാം അനന്യനാ. കർത്താവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. കർത്താവിന് മിറക്കിൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇന്നും അവൻ ചെയ്യും. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസിൽ പ്രവർത്തിക്കുവാൻ, ഇടപെടുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയട്ടെ, യോർദാൻ്റെ പോലത്തെ കലങ്ങി മറിഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അൺസർട്ടൺ ആയിട്ടുള്ള, എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻസിന് മുമ്പിൽ നിൽക്കുന്നവർ ദൈവവചനം പറയുകയാണ്, അവിടെ ഒരു വഴി തുറക്കാൻ കർത്താവ് ഇന്നും ശക്തൻ. ഹല്ലേലൂയ. ദി പ്രസൻസ് ഓഫ് ഗോഡ്, അത് നമ്മളെ ബലപ്പെടുത്തട്ടെ. മോശയോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുറപ്പാട് 33:14. നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യം ഉള്ളതിൻ്റെ ഗുണം എന്താണെന്നറിയാം? എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. മോശയോട് കർത്താവ് പറഞ്ഞ, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. കലങ്ങി മറിഞ്ഞ അവസ്ഥകളിൽ നിന്ന് മോശയോട് പറയുകയാണ്, ഞാൻ നിനക്കൊരു സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ അവസ്ഥകൾ തരും. ഇന്ന് നമുക്കത് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. യോശുവ 3:14 ഞാനൊന്ന് വായിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു, യോശുവ പറഞ്ഞു, ആദ്യം പുരോഹിതന്മാർ ഈ പെട്ടകവുമായിട്ട് പോകണം, ജനം പുറകെ പോകണം. കലങ്ങി മറിയുന്ന യോർദാൻ അവിടെയുണ്ട്. 14 എങ്ങനെയാ പറയുന്നത്? അങ്ങനെ ജനം യോർദാൻ അക്കരെ കടക്കുവാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. പുരോഹിതന്മാർ മാത്രമല്ല, ഇസ്രായേൽ ജനമൊക്കെയും ദൈവത്തിൻ്റെ പ്രൊവിഷൻ അനുഭവിച്ച ആ തലമുറ, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന ആ തലമുറ ഒരു തീരുമാനമെടുത്തു. ഇന്ന് 3 ദിവസമായിട്ട് കലങ്ങി മറിയുന്ന യോർദാനാണ് കണ്ടതെങ്കിൽ ഞങ്ങൾ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്, ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു പടി വെക്കാൻ പോവാണെന്ന് അവർ തീരുമാനിക്കുകയാണ്. 14 അങ്ങനെ ജനം യോർദാൻ അക്കരെ കടക്കുവാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു.
കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ദൈവവചനം പറയുന്ന എങ്ങനെയാണ്? ആ പുരോഹിതന്മാര് നിയമപ്പെട്ടകവുമായിട്ട് വന്ന കാൽ ചവിട്ടിയപ്പം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. എന്നിട്ട് 17-ാം വാക്യം, 16 സ്കിപ്പ് ചെയ്യാണ്, 17-ാം വാക്യം, യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. അത്രയും നേരം കവിഞ്ഞൊഴുകിയ നദി അത് അവിടെ അതിൻ്റെ ഒഴുക്ക് നിന്ന് ഈ പുരോഹിതന്മാര് നദിയുടെ നടുവിൽ ചെന്ന് അവര് ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു എന്നാ പറയുന്നത്. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. എന്താ വെള്ളത്തിന് സംഭവിച്ചതെന്നറിയാമോ? ആ വെള്ളം മുകളിൽ നിന്ന് വരുന്നത് നിന്നിട്ട് ചിറ പോലെ നിന്നു എന്നാ പറയുന്നത്. ഈ ഡാമൊക്കെ കെട്ടുമ്പം അല്ലേ, വലിയ മതിൽ കെട്ടി വെള്ളം പിടിച്ചു നിർത്തത്തില്ലേ? ഇത് കർത്താവ് ഒരു ചിറ പോലെ അങ്ങ് കെട്ടി. അത് ചിറ പോലെ നിന്നിട്ട് മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ നിൽക്കുകയാണ്. ഈ ഇവിടെ താഴത്തെ നമ്മൾ നോക്കി അന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെ ആ നിലം എടുത്തു പറയാണ് അത് ഉണങ്ങിയ നിലത്ത് നിന്നു എന്ന്. അത്രയും നേരം വെള്ളം പൊയ്ക്കൊണ്ടിരുന്ന ആ മണ്ണിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അല്ലെ? കുഴഞ്ഞു കിടക്കേണ്ട ആ സ്ഥലം ഉണങ്ങി നിൽക്കുകയാണ്. ഈ പുരോഹിതന്മാര് പെട്ടകവുമായിട്ട് അതിൻ്റെ നടുവിൽ വന്ന് നിന്നു. എന്നിട്ട് ഇസ്രായേൽ ജനം കടന്നു പോകുന്ന സമയം വരെ ഉണങ്ങിയ നിലമായിട്ട് അത് നിന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വരുത്തുന്ന വ്യത്യാസം. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കാം. പക്ഷെ വിശ്വസിക്കുന്ന നമുക്ക് ഇത് അസ്ഥികൾക്ക് ജീവനാണ്. ഹല്ലേലൂയ. നമ്മുടെ മാംസത്തിന് ജീവനാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അതുകൊണ്ട് ഇത് വായിക്കുന്ന വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഇത് ജീവനായിട്ട് മാറും. അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും. കുഴഞ്ഞു മറിയുന്ന സ്ഥലത്ത് ഉണങ്ങിയ സ്ഥലമുണ്ടാക്കാൻ എൻ്റെ ദൈവം എന്നും ശക്തൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കും? എൻ്റെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കും. അപ്പം പ്രൊവിഷൻ ഓഫ് ഗോഡ് ഒന്നാമത് അവരെ സഹായിച്ചു. ദൈവത്തിൻ്റെ കരുതൽ അവർ പുറകിലോട്ട് ചിന്തിച്ചു നോക്കിയപ്പം രണ്ടാമത് പ്രസൻസ് ഓഫ് ഗോഡ്, അവരുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം. നിയമപ്പെട്ടകം, ദൈവത്തിൻ്റെ പെട്ടകം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം, ആ സാന്നിധ്യത്തിലുള്ള വിശ്വാസം അവരെ മുമ്പോട്ട് പോകുവാൻ അവരെ അതിന് സഹായിച്ചു. മൂന്നാമത് അവരെ ബലപ്പെടുത്തിയ ഘടകം എന്ന് പറയുന്നത് പ്രോമിസ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം, തങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? മനുഷ്യരും വാഗ്ദത്തങ്ങൾ നൽകാറുണ്ട്. പക്ഷെ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ദൈവമാണ് നൽകുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. പുറപ്പാട് പുസ്തകം 3:8 മോശയോട് കർത്താവ് അരുളി ചെയ്ത കാര്യമുണ്ട്. ഈ പുറപ്പാടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് മിസ്രൈമിൽ നിന്ന് ഈ ജനം പുറപ്പെട്ടു വരുന്നതിന് മുമ്പ് തന്നെ മോശയോട് പറഞ്ഞ കാര്യം അതിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കടന്ന് നിലവിളിക്കുന്ന നിലവിളി ദൈവം കേട്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം മോശയോട് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയത് ഇതാണ്: പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഈ ജനത്തെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്താ ഈ പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറയുന്നത്? പാല് ഒഴുകുക എന്ന് പറഞ്ഞാൽ അതായത് കന്നുകാലികളുടെ സമൃദ്ധിയാണ് അത് കാണിക്കുന്നത് അല്ലേ? അത്രയധികം കന്നുകാലികൾ. ഇനി തേൻ ഒഴുകുക എന്ന് പറയുന്നത് അവിടെ കൃഷിയുണ്ട്, പൂവുണ്ട്. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു വരുന്ന ഈ ജനത്തോട് പറയാണ്, നിങ്ങളെ ആക്കാൻ പോകുന്നത്
പാലും തേനും അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയെ കാണിക്കുന്ന ആ ഒരു ദേശത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുവാൻ പോവുകയാണ്. അവർക്കൊരു സ്വസ്ഥത ഞാൻ വരുത്താൻ പോവുകയാണ്. ഒരു നേഷനായിട്ട് ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുക എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു അല്ലേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ ചിലപ്പം നമ്മൾ വിശ്വാസത്തിൽ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അയ്യോ ഇത് നടക്കുമോ, ഈ യോർദാൻ എങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നതെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിശ്വാസത്താൽ ആ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പം നമ്മൾ അതിൽ കൂടെ കടക്കുകയും ചെയ്യും, ദൈവം പറഞ്ഞ പ്രോമിസിൽ എത്തുകയും ചെയ്യും. കാരണം എന്താണെന്നറിയാം, നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ ദൈവത്തിന്റെ പ്രോമിസ് ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യരാര് വാക്ക് പറഞ്ഞാലും മാറാം അല്ലേ, പക്ഷെ കർത്താവിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർ വരെ ഈ വചനം കേൾക്കുന്നവരുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വെള്ളത്തിൽ കൂടെ കടക്കുമ്പം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുമെന്നുള്ളത്. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. ഈ പ്രോമിസിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. നദി കൂടെ പോണ സിറ്റുവേഷൻ ഉണ്ടാകാം, വെള്ളത്തിൽ മുങ്ങുന്ന പോലത്തെ സിറ്റുവേഷൻ ഉണ്ടാകാം, തീയിൽ കൂടെ പോണ സിറ്റുവേഷൻസ് ഉണ്ടാകാം. പക്ഷേ അതിലൊക്കെയും കൂടെ ഇരിക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈ പ്രോമിസ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വെന്തു പോകാതെ സൂക്ഷിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇവർ പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ പ്രൊവിഷനെ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ പ്രസൻസിൽ അവർ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ പ്രോമിസിൽ, പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് ദൈവം ഞങ്ങളെ കൊണ്ടുപോകും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവർ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ ജനം അല്ലേ, അവരുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഇടക്കാലത്ത് സംശയിച്ചിരുന്നു അല്ലേ. പക്ഷെ ഇവരങ്ങനെയല്ല ചെയ്തത്. ജനം മുഴുവനായിട്ട് പുറപ്പെട്ടു വന്ന് പുരോഹിതന്മാര് പെട്ടകവുമായിട്ട് മുമ്പോട്ട് പോയി ഈ ഉണങ്ങിയ നിലത്തൂടെ ഈ ജനം ക്രോസ് ചെയ്ത് കനാനിലോട്ട് പ്രവേശിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് യോശുവ ഒരു കാര്യവും കൂടെ ചെയ്യാൻ പറഞ്ഞു. എന്താ ചെയ്യാൻ പറഞ്ഞെന്നറിയാമോ? ആ സ്ഥലത്ത് നിന്ന് ഓരോ ട്രൈബിനെ റെപ്രസെൻ്റ് ചെയ്ത്, ഇസ്രായേൽ 12 ഗോത്രം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, 12 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരോട് പറഞ്ഞു ഓരോ കല്ലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു മെമ്മോറിയൽ ഉണ്ടാക്കാനായിട്ട് 12 കല്ല് വെച്ച് ഒരു മെമ്മോറിയൽ ഉണ്ടാക്കി അവിടെ വെച്ച്. എന്തിനാണെന്നറിയാമോ? യോശുവ പറഞ്ഞു കൊടുത്തു, നാളെ നിങ്ങളുടെ മക്കള് ചോദിക്കും. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ യോർദാൻ ക്രോസ് ചെയ്തൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മെമ്മോറിയൽ ഉണ്ടാക്കി വെക്കണം. ഈ 12 കല്ല് 12 ഗോത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ നിങ്ങളുടെ മക്കൾ ചോദിക്കും, ഈ കല്ലുകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. യോർദാൻ്റെ മുമ്പിൽ, കവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ നിന്നപ്പം കർത്താവ് പറഞ്ഞു വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട്. ഞങ്ങൾ അത് വെച്ചു. ദൈവ സാന്നിധ്യവുമായിട്ട് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ നടുവിൽ ചിറകെട്ടി നിർത്തിയിട്ട് ഉണങ്ങിയ നിലത്തൂടെ ഞങ്ങൾ അപ്പുറത്ത് ക്രോസ് ചെയ്തു. അതിൻ്റെ മെമ്മോറിയലാണ് ഈ 12 കല്ലുകൾ എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാവോ? നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ജനറേഷൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകണം, തങ്ങളെയും കരുതുവാൻ തങ്ങളുടെ പിതാക്കന്മാരെ കരുതിയ ഒരു കർത്താവാണത്. ഹല്ലേലൂയ. അവരുടെ കൂടെ ഇരുന്ന ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കും എന്നുള്ള വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കണം. നമ്മളോടുള്ള വാഗ്ദത്തം നമ്മുടെ കുഞ്ഞുങ്ങളും മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. യോർദാനെ പോലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാം. മുഴുവൻ അൺസർട്ടനിറ്റി നമുക്ക് തോന്നാം. നമ്മൾ അവിടെ എത്തുമോ എന്നുള്ള സംശയം തോന്നാം. എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും എന്നുള്ള ചിന്ത വരാം. അപ്പം നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങൾ. 1, കഴിഞ്ഞ കാലങ്ങളിലെ കർത്താവിൻ്റെ പ്രൊവിഷൻ ഓഫ് ഗോഡ് ഓർക്കുക, ദൈവം കരുതിയ വിധങ്ങൾ ഓർക്കുക. 2, നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം. അതോർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ഇരുട്ടിലും നടക്കാനുള്ള ഒരു ഭയം കിട്ടും. ഹല്ലേലൂയ. എന്തിനേയും ഫേസ് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ
കഴിവല്ല, പക്ഷെ നമ്മുടെ കൂടെയുള്ള ബലപ്പെടുത്തുന്ന കർത്താവിന്റെ കരമാണെന്ന് ഓർക്കുക. 3, ദൈവമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഞങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അത് യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുള്ള വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.